ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1/√2 - x ഹോൾ സ്ക്വയർ പ്ലസ് 1 dx. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ ലുക്ക് ഉണ്ടല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിട്ട് കമ്പയർ ചെയ്യാമല്ലോ. റൂട്ടുണ്ട് √(x²) പ്ലസ് എ സ്ക്വയർ. എക്സിന് പകരം 2 - x കുഴപ്പമില്ല. ഞാനിവിടെ ഒരു സ്റ്റെപ്പ് എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് 1/√2 - x ഹോൾ സ്ക്വയർ പ്ലസ് 1നെ നമുക്ക് 1² എന്ന് എഴുതാം. dx അല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കിയേ, ഏത് ഫോമാണെന്ന് മനസ്സിലായോ? ഇൻ്റഗ്രൽ 1/√(x² പ്ലസ് എ സ്ക്വയർ. ആ റിസൾട്ട് ഏതാണ്? കാണിച്ചു തരാം. ഇതാണ് ഇൻ്റഗ്രൽ 1/√(x² പ്ലസ് എ സ്ക്വയർ. ആ ഫോമാണിത്. ലോഗ് എക്സ് പ്ലസ് √(x² പ്ലസ് എ സ്ക്വയർ പ്ലസ് സി ആണ്. ശ്രദ്ധിക്കണം, എക്സിൻ്റെ സ്ഥാനത്ത് 2 - x ആണ്, എയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ? വളരെ ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഗ് മോഡുലസ് എക്സ് അല്ലേ? എക്സിന് പകരം എന്താ വന്നിരിക്കുന്നത്? 2 - x ആണ്. പ്ലസ് √(x² പ്ലസ് എ സ്ക്വയറിൽ എക്സിന് പകരം ആരാ വന്നിരിക്കുന്നത്? 2 - x സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരം ആരാ വന്നിരിക്കുന്നത്? എ സ്ക്വയറിന് പകരം വന്നിരിക്കുന്ന ആളാരാണ്? 1². കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എക്സ് വരുന്നതിന് പകരം 2 - x ആണ് വന്നത്. എങ്കിലും നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാം. പിന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -1 ആണ്. കാരണം -1 × x ആണല്ലോ -x. -1 × x എന്നാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -1 ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓൾ ഡിവൈഡഡ് ബൈ -1 പ്ലസ് സി. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. 1/-1നെ -1 എഴുതാമല്ലോ. 1/-1 വിൽ ബി -1 ഓർ മൈനസ് ഓഫ് ലോഗ് 2 - x പ്ലസ് √(. വേണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്ന പോലെ ഹോൾ സ്ക്വയർ ആയിട്ട് തന്നെ എഴുതാം. ക്വസ്റ്റ്യനിൽ ഹോൾ സ്ക്വയർ ആയിട്ട് തന്നെയല്ലേ തന്നിരിക്കുന്നത്. 1² 1 എന്നും എഴുതാം. ഇതാണ് ആൻസർ.